ഐഡിയാസ് നമ്മളിപ്പോൾ എവിടേക്കാണ് നടന്നുകൊണ്ടിരിക്കുകയെന്നറിയോ? നമ്മൾ കൊടുങ്ങല്ലൂർ ഭരണിക്കാവ് കാണാൻ പോവാണ്. ഞാൻ വിചാരിച്ചു ഭരണി കൊഴുക്കൽ മൂടൽ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുന്നായിരുന്നു എൻ്റെ ഒരു നിഗമനം. പക്ഷേ ആൾക്കാർ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു തിരക്കില്ല. എങ്കിൽ പിന്നെ ഭരണിക്കാവ് ഒന്ന് പോയി കാണണമല്ലോ. അങ്ങനെ രാത്രി ചേട്ടനോട് കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഭരണിക്കാവ് കാണാൻ അറിയിക്കുന്നത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവർ നിൽക്കാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് അപ്പോൾ ഞാൻ ബാക്കിൽ കൂടെ വേഗം ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ അതവിടെ വഴിപാടിനുള്ള കോഴികളും പണ്ടൊക്കെ ഇങ്ങനെ കോഴിനെ ഇങ്ങനെ കഴുത്തൊക്കെ ഇറക്കുമായിരുന്നല്ലോ. പിന്നെ അതിനുള്ള പട്ട് അവിടെ നിന്ന് വഴിപാട് പട്ടും കിട്ടും. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചാന്ന് തോന്നുന്നു എല്ലാവരും ഇടണുണ്ട്. ഭരണിക്കാരല്ല, നാട്ടുകാരും എല്ലാവരും ഇങ്ങനെ പട്ട് ഇടണുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഭരണിപ്പാട്ടും അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഭരണിപ്പാട്ടൊക്കെ ഒന്ന് കേട്ടാലോ. അങ്ങനെ ഭരണിപ്പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഭരണിക്കാവ് ഒന്ന് താലപ്പൊലിക്കാവ് പോലെ തന്നെ കേട്ടോ. പക്ഷേ കടകളൊക്കെ ഉണ്ട്, എനിക്കറിയില്ല ഇങ്ങനെ കടകളൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഈ കമ്മലുകൾ ഏതെടുത്താലും 20 രൂപയാണ്. കുറേ നല്ല കളക്ഷൻ ഉണ്ട്. ഏത് കമ്മലെടുത്താലും 20 രൂപ. കടയിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ ഇപ്പം 100ഉം 50ഒക്കെ കൊടുക്കേണ്ടി വരും. ഒക്കെ 20 രൂപയുടെ കമ്മലുകളാണ്. സ്കൂൾ പിള്ളേർക്കൊക്കെ വന്ന് വാങ്ങണമെങ്കിൽ നല്ല ലാഭമാണ്. ഫാഷൻ കമ്മലുകൾ കുറേ കിട്ടും. അങ്ങനെ ഞാൻ ഒരു 3 കമ്മൽ വാങ്ങി. അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ പൊരിക്കടകളും എല്ലാം നമ്മൾ താലപ്പൊലിക്കാവിലത്തെ പോലെ യന്ത്രൂഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലയെന്നുള്ളൂ. ബാക്കി ഒരുവിധം കടകളും ഇങ്ങനെ ഉണ്ട്, ചെടിക്കടകളും എല്ലാ സാധനങ്ങളും കുറേയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കാവിൽ മൊത്തത്തിലൊന്ന് കറങ്ങി വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് പോവുക, നമ്മളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സപ്പോർട്ട് ചെയ്യൂലേ?